ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ കാണിക്കണത്. അപ്പോൾ 3 ദിവസം പത്തിരി തന്നെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കണം. നെയ്ച്ചോറും പിന്നെ ഭൂരിയും ഉണ്ട് കേട്ടോ. പിന്നെന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമല്ലേ? എങ്ങനെയുണ്ട് നോമ്പ്? ക്ഷീണവും കുഴപ്പമൊക്കെ ഉണ്ടോ? നമുക്കെല്ലാം ക്ഷീണവും കുഴപ്പമൊക്കെ. നോമ്പ് എങ്ങനെയൊക്കെ എന്നിട്ട് വൈകുന്നേരം ആക്കുകയാണ്. നെയ്ച്ചോർക്കൊന്ന് ബീഫ് കറിയൊക്കെ അതായത് ഇന്ന് വേറെ മോഡലിലാട്ടോ ബീഫ് കറി ഉണ്ടാക്കി. പിന്നെ ഇത് പൂരിക്കുള്ളതാട്ടോ, പൂരിക്ക് മാവാക്കി വെച്ചതാണ്. അത് പൊരിക്കാണ്ട്. ഭയങ്കര ക്ഷീണവും കുഴപ്പമൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ വിചാരിച്ച് ഇന്ന് പത്തിരി വേണ്ട അല്ലേ? പത്തിരി വേണ്ട, ഭയങ്കര ക്ഷീണം കൊടുക്കും. പത്തിരി പോയി എടുക്കാനാവില്ല. അപ്പം അന്ന് ഇനി പത്തിരി വേണ്ട, നെയ്ച്ചോറാക്കാൻ നോക്കി. നെയ്ച്ചോറും പൂരി. ബീഫ് കറി ഇന്ന് പൊരികളൊന്നും ഉണ്ടാക്കില്ല. ഇന്ന് പൊരിയൊന്നും ഉണ്ടാക്കാനുള്ള ആവതില്ല. ഇന്ന് ഭയങ്കര ക്ഷീണം കുഴപ്പം, എന്താ അറിയില്ല. എല്ലാവർക്കും ഉണ്ടല്ലേ, ചിന്നൂനൊക്കെ ഉണ്ട്, എനിക്ക് മാത്രമല്ല. അവിടെ എല്ലാം ഇന്നൊക്കെ പറ്റ സൈഡായിരുന്നു. പഞ്ചാനും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങളെ വിശേഷങ്ങൾ. എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? അപ്പം ഇന്ന് പൊരിയൊന്നുമില്ല. പൊരി അപ്പം ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞേക്കാട്ടൊന്നും ഉണ്ടാക്കാനൊന്നും ആവില്ല, എന്ന് വാങ്ങിക്കോളിന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങാടി പോയിന് കേട്ടോ. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവരേക്കും. അപ്പോൾ അത് ഉള്ളിയൊക്കെ വാടട്ടെ കേട്ടോ. നെയ്ച്ചോറിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിന്. അരി വെള്ളത്തിലിട്ടേക്കണെന്തിനാ? മഴ ഉണ്ടാകാനാണല്ലോ. ഇങ്ങനല്ലേ ഞാൻ ഇപ്പൊ ഇത് തൊള്ളയിടേന്. അങ്ങനെ കൈ ഇങ്ങനെ പോവുകയാണ്. ഇതെന്താ ഗ്യാസ് തീ മുട്ടുണ്ടോ? ചിന്നു വെള്ളം ചോറും വെള്ളം വെക്കാട്ടോ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കട്ടെ. കുറച്ചൊക്കെ എല്ലാവരും എന്താ കഴിക്കല്? നമ്മളൊക്കെ ഇവിടെ അധികം പത്തിരി. പിന്നെ പത്തിരി നിന്നിട്ട് ഇവിടെ ക്ഷീണാണ് പറഞ്ഞാണ്ട് പിന്നെ ചോറായി. അപ്പോൾ തോനെ പത്തിരി ഉണ്ടാക്കണം. അതല്ലേ നമ്മള് പരിച്ചക്കും കൂടി പത്തിരി കേട്ടോ. ഇവിടെ എല്ലാവരും പരിച്ചക്ക് എന്നൊക്കെ പറയാം. എല്ലാവരും അത്താഴത്തിന് എന്നൊക്കെ, നമ്മള് പരിച്ചക്ക് എന്നൊക്കെ. അപ്പോൾ പത്തിരി ഇനി അപ്പോൾ ഇപ്പോൾ ആർക്കും പത്തിരി 3 ദിവസം പത്തിരി ഇന്നപ്പോൾ പത്തിരി വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോറ് വെക്കാനുള്ള പത്തിരി ഇല്ലെങ്കിൽ ചോറ് വെക്കലല്ലേ, ലേശം വെക്കലുള്ളൂ. അത് അമ്മക്കും ഉപ്പാക്കും മാത്രമേ ചോറ് വെക്കലുള്ളൂ. ഞങ്ങളൊക്കെ പത്തിരി വന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തളിച്ചിട്ടോ. അപ്പം ഞാൻ അരി ഇടട്ടെ. അധികമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്ന് എന്താ പറയുക, പൂരിയും കൂടി ഉള്ളതിനോട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. പൂരുണ്ടല്ലോ, ഇവരൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. പൂര് പത്തല്ലോ ചിലപ്പോ കൊണ്ട് നോമ്പറക്കുമ്പോ ചിലർക്ക് പറ്റൂല. അപ്പോൾ ചോറാദ്യം തിന്നിട്ട് പൂരി ഇങ്ങനെയാണ്. അതാ അപ്പത്തിനും തീയൊക്കെ പറ്റൽ തുടങ്ങി കേട്ടോ. ചായക്കും ചോറിനൊക്കെ ഇങ്ങനെ അധികം ചോറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. നിങ്ങളോടൊന്നും പറ്റില്ല. നാളെ പത്തിരി നിർബന്ധം. ചോറൊന്നും പറ്റില്ല. ഇതോടെ ഞാൻ ഇന്നലെ പത്തിരി പണി എടുത്തപ്പോൾ ഞാൻ ആലോചിച്ച പെരയിലാണെങ്കിൽ ഇപ്പം നെയ്ച്ചോറോ മന്തിയോ കപ്സയോ കൊണ്ടില്ല. ഇപ്പം പത്തിരി ആയിട്ട് എത്ര ദിവസമായിട്ട് പത്തിരിയാണ്.
പിന്നെന്താ നോമ്പൊക്കെ ആയിട്ടില്ലേ എല്ലാവരും പുതിയ പുതിയ വെറൈറ്റി പലഹാരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കും. നമുക്കൊന്നും മൂടില്ല, നമ്മൾക്ക് ലാസ്റ്റിക്ക് വരും. എന്നാട്ടൊപ്പം ഉണ്ടാക്കാത്തത് ഇത്രയും ദിവസം ഉണ്ടാക്കി. ഇപ്പം ഇനി പണികളൊന്നുമില്ല. ഇനി ഇതാണ് കൂക്കിയാൽ ഇതിൽ വേഗം വേവിട്ടെ ഈ കുക്കറിൽ. നമ്മൾ മറ്റേ കുക്കറിൻ്റെ മാതിരിയല്ല, ഇതിൽ കുക്കറൊക്കെ ചൊറക്കില്ലേ. ഇതിൽ ഒറ്റ കൂക്കിയാൽ ചോറായി. അപ്പോൾ അത് കൂക്കിയിട്ട് വേണം ഇനി പോയിക്ക് ചട്ടി വെക്കാൻ. നോമ്പൊറ്റ് അവശയായ ഒരാൾ നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിനോ കുക്കറിനൊക്കെ വേഗം പോയി ഓഫാക്കണ്ട് പഴിച്ചിട്ടാ തോന്നുന്നുണ്ട്. നോമ്പൊക്കെ കൂക്കിയില്ല, ഞങ്ങളെ കുക്കർ കൂക്കുന്നില്ല. അവസാനമൊക്കെ ചളിവിളിയാവൂല. ഇപ്പൊ ഈ ചിന്നു നമ്മളിപ്പം കൂടിയാണ്ട് ഇപ്പൊ പൈസന്നൊക്കെ പറയൽ തുടങ്ങി കേട്ടോ. ഞാൻ വന്ന ഉടനെ അല്ലേ വെസ്റ്റല്ലേ നിങ്ങൾക്ക്? എന്തൊക്കെയോ നിങ്ങൾ പറയലുണ്ടായില്ല എന്നോട്. എനിക്കപ്പൊ തിരിയൂല. നാരങ്ങക്ക് എന്താ പറയല്? നമ്മള് ചെറുനാരങ്ങക്ക് തിന്ന് പൂനാരങ്ങ എന്നൊക്കെ കേട്ടോ പറയാ. ഞങ്ങൾക്ക് ഒരാൾ കൂടി വരാനുണ്ട്, അത് എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല അല്ലേ, ഏത് ഭാഷ കൊണ്ട് വരുന്നതെന്ന് അറിയില്ല. പിന്നെ ചോറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, നല്ലോണം പൈച്ചുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ സൈഡ് നിൽക്കപ്പോൾ ഉച്ചക്ക് നല്ലോണം ഒന്ന് ഉറങ്ങിയൊക്കെ നീച്ചപ്പോൾ കുറച്ചുകൂടി ഒന്നൊരു സുഖം കിട്ടിയ മാതിരിയുണ്ട്. ഇനി ജ്യൂസ് അടിക്കാണ്ട് കേട്ടോ, അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജ്യൂസ് അടിക്കാനും അതേപോലെ ചായ ഉണ്ടാക്കാനും. ഇതെങ്ങോട്ടാ അവിടെ പോണേ? ചെമ്പ് കൊടുക്കൊക്കെ വെള്ളം എടുക്കാൻ പോകട്ടെ. നമ്മള് കുടിവെള്ളം വീഡിയോ കാണുന്നവരൊക്കെ പരാതി പറയാം, മൂത്തച്ചിയാണ് ഒക്കെ പണിയെടുക്കാൻ. ഞാൻ ഒന്നും എടുക്കണില്ല. അപ്പൊ ഞാൻ എടുക്കണത് കാണിച്ചു തരാം വിചാരിച്ചു. എന്ത് ചെമ്പ് വെള്ളം എടുക്കാൻ പോയിട്ടോ. നമ്മള് മോട്ടർ ഇടുമ്പോ കഴിഞ്ഞു. അപ്പൊ മോട്ടർ ഇടുമ്പോ വെള്ളം എടുക്കല അവിടെ. അപ്പൊ ഞങ്ങള് വെള്ളം എടുത്തിട്ട് ഞാനപ്പത്തിന് പൂരിപ്പണി തുടങ്ങിട്ടോ, സമയായിന്. അപ്പൊ ശരി എന്നാ പോയിട്ട് വരാം. അപ്പൊ അതാട്ടോ നമ്മള് ചോറൊക്കെ നല്ല അടിപൊളിയായി വന്നണം കേട്ടോ. കണ്ടപ്പോ ചിന്നു അടുത്ത് നിന്ന് കൂക്കി ചോറ് റെഡി. ഇതൊക്കെ ഇതാരോടൊക്കെ ഉണ്ട് കമന്റ് ഇടിട്ടോ. ആരെങ്കിലുമൊക്കെ ചോറ്റിലിടലുണ്ടോ, എന്താ സംഭവം എന്നൊക്കെ. ഇത് നമ്മൾ ചോറ്റിലിടലുണ്ട്. അത് ചോറ്റിലിട്ടില്ലേ ഈ കുക്കർ ഇങ്ങോട്ട് തുറക്കുമ്പോൾ നല്ല മണാട്ടോ. അടിപൊളിയായി വെന്തണം കേട്ടോ. അപ്പോൾ ചോറ് റെഡി, അതേപോലെ കറി റെഡി. ചിന്നൂൻ്റെ വല്യപ്പാക്ക്. ഹലോ ഗൈസ്, അപ്പോൾ അടുത്ത പരിപാടി ജ്യൂസ് അടിക്കാം കേട്ടോ. വേറെ വെച്ച് ചിന്നു പൂരി പൊരിക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ജ്യൂസ് അടിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല എത്ര വിളിക്കും എന്ന് വത്തക്കയാണെന്ന് ഇല്ലേ? എന്താ ചിന്നു ഒന്ന് വത്തക്ക, ചിന്നൂന് അതേ പറ്റുള്ളൂ, വത്തക്കേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ആയിക്കടെ നിന്ന് ആന്നല്ല കേട്ടോ. വത്തക്ക കുടിച്ചാൽ ദാഹം മാറുന്നോ? ദാഹം മാറും പറഞ്ഞാൽ എന്നും വത്തക്കായിട്ട്. അപ്പം ഇന്ന് ലൈം അടിച്ചാണ് കരുതിനി. അപ്പം ലൈമല്ല, ഇന്ന് വേറൊരു സാധനം. ഇതിനെന്താ പറയല്? ആ സാധനം ഉണ്ട് കേട്ടോ. ഒന്ന് ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ട് അത് ആർക്കും വലിയൊരു ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫ്രിഡ്ജ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് അത് അടിച്ചാൽ വിചാരിച്ചു. അതൊന്ന് വേറൊരു ഇതിലാട്ടോ അടിച്ചത്. അങ്ങനെ ആരൊക്കെ അടിച്ചോന്ന് അറിയില്ല അല്ലേ? നമ്മൾ ആദ്യമായിട്ട് അടിച്ചാണ്. അപ്പതാ ജ്യൂസ് അടിച്ചു. ചിന്നു
ചായയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഒറ്റ കൈ കൊണ്ടൊന്നും മുറിച്ചാൽ കഴിയില്ല. അപ്പോൾ ഇത് മുറിച്ച് അടിച്ചിട്ട് കാണും കേട്ടോ. ഞാൻ കൊടുക്കാനായിട്ടോ സാധനങ്ങളൊക്കെ നിരത്തി. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ഇത് പൂരി, നമ്മൾ എത്ര വട്ടം പൂരി, വത്തക്ക, നെയ്ച്ചോറ്, ഇത് വാങ്ങി കൊണ്ടുവന്ന കേട്ടോ കൊക്കവടയും സമൂസ. ഇത് എന്താ ഒന്ന് ചിക്കനും വെജും കേട്ടോ. പിന്നെ ബീഫ് കറി, ചായ, തരി, ഇത് പിന്നെ നമ്മളെ വത്തക്ക ജ്യൂസ്, ഇത് മറ്റേതാ ഗമാമ്. അപ്പം ഇത്രയൊക്കെ കേട്ടോ. കുടിവെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടോ. കുടിവെള്ളവും പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ച് ഇനി ഇതും കൂടി നമ്മൾ കൊണ്ടുപോകട്ടെ. ചിന്നതാക്കാരൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ.